ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിച്ച് ഇന്നത്തെ ശുഭചിന്തയിലേക്ക് പ്രവേശിക്കട്ടെ. അലസത വരുത്തിവെക്കുന്ന വിന വളരെ വലുതാണെന്ന് സാക്ഷീകരിക്കുന്ന ഒരു ചരിത്ര സംഭവം ആകട്ടെ ഇന്നത്തെ ചിന്താവിഷയം. BC 247-നും 183-നും ഇടയിൽ വടക്കേ ആഫ്രിക്കൻ തീരമായ കാർത്തേജിലെ ഭരണകർത്താവായിരുന്നു ഹാനിബാൾ. BC 216-ൽ ഹാനിബാൾ റോമക്കാരുമായി ഉണ്ടായ അതിരൂക്ഷമായ യുദ്ധത്തിൽ അതീവ സമർത്ഥനായ ഹാനിബാൾ വൻ വിജയം നേടി. റോമക്കാരെ ഇല്ലായ്മ ചെയ്യുവാനുള്ള സകല തന്ത്രങ്ങളും അദ്ദേഹം ആവിഷ്കരിച്ചു. എന്നാൽ ആ തന്ത്രങ്ങളൊന്നും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ അദ്ദേഹം ശ്രമിച്ചില്ല. വൻ വിജയം നേടിയതിൻ്റെ ഉല്ലാസ തിമിർപ്പിൽ അദ്ദേഹം കൂടുതൽ സുഖലോലുപനായി ജീവിക്കുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ ജീവിക്കുകയും ചെയ്തു. ഭൗതികമായ സകല സുഖലോലുപതയിലും അദ്ദേഹം മതിമറന്നു. എന്നാൽ അയാൾ അറിയാതെ തന്നെ ശത്രുക്കൾ ശക്തി പ്രാപിച്ചുകൊണ്ടേയിരുന്നു. റോമൻ ജനത ഇനിയും ഒരിക്കലും ഉയർന്നു വരില്ല എന്ന് അയാൾ വ്യഥാ ചിന്തിച്ചു. ഹാനിബാളും അനുയായികളും കൂടുതൽ അലസതയിലും കുത്തഴിഞ്ഞ ജീവിതത്തിലും സമയം ചിലവഴിച്ചു. ഹാനിബാൾ നനയ്ക്കാതിരുന്ന സന്ദർഭത്തിൽ റോമൻ ജനത വീണ്ടും ഒരു യുദ്ധത്തിന് കളമൊരുക്കി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് കാർത്തേജ് എന്ന മഹാപട്ടണത്തെയും ശക്തനായ ഹാനിബാളിനെയും റോമൻ ജനത ആക്രമിച്ചു കീഴ്പ്പെടുത്തി. ഈ തവണ ഹാനിബാളിന് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഒരിക്കലും നഷ്ടമാകില്ലെന്ന് സ്വയം കരുതിയിരുന്ന കാർത്തേജും ഒപ്പം തൻ്റെ രാജകീയ പദവിയും നഷ്ടമായിപ്പോയി. യുദ്ധത്തിൽ പരാജിതനായി അകലങ്ങളിലുള്ള സുരക്ഷാ കേന്ദ്രത്തിലേക്ക് പലായനം ചെയ്തപ്പോൾ അദ്ദേഹം ഇപ്രകാരം കരഞ്ഞുകൊണ്ട് പറഞ്ഞു: എനിക്ക് ചെയ്യുവാൻ സാധിക്കുമായിരുന്നപ്പോൾ ഞാൻ ചെയ്തില്ല. ഇപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യുവാൻ വളരെ ആഗ്രഹമുണ്ട്, എന്നാൽ അതിന് സാധിക്കുന്നില്ല. റോമൻ ജനതയെ പരാജയപ്പെടുത്തിയപ്പോൾ തന്നെ ഇനിയും ആർക്കും പരാജയപ്പെടുത്തുവാൻ കഴിയില്ല എന്ന് ഹാനിബാൾ സ്വയം അഹങ്കരിച്ചു. അധികാരം തലയ്ക്ക് പിടിച്ച അയാൾ ലൗകിക സുഖത്തിൽ ജീവിതം നയിച്ചു. ജീവിതത്തിൽ പ്രതാപവും പ്രശസ്തിയും ഉന്നതിയും അധികാരവും കൈക്കലാക്കുമ്പോൾ അവ സമസ്ത നന്മയ്ക്കായി ഉപയോഗിക്കുവാൻ കഴിയുന്നവനാണ് യഥാർത്ഥ മനുഷ്യൻ. സ്വയം സുഖത്തിനായി തൻ്റെ പദവിയും പ്രശസ്തിയും മാറ്റിവെക്കുന്നവൻ സത്യത്തിൽ വിഡ്ഢിയാണ്. മഹാനായ സോളമൻ രാജാവ് തൻ്റെ ജ്ഞാനകൃതിയായ സദൃശ്യവാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ഉറുമ്പിനെ നോക്കി ഒരു വഴി പഠിക്കണം. അവ കൂട്ടം തെറ്റാതെ തൻ്റെ നേതാവിനെ അനുസരിച്ച് ക്ഷാമകാലത്തെ ക്ഷേമമാക്കി മാറ്റുവാൻ അക്ഷീണം യത്നിച്ചുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും അദ്ദേഹം സൂചിപ്പിക്കുന്നു: അലസനും മടിയനുമായ മനുഷ്യൻ നേരം പുലർന്നിട്ടും കൈകെട്ടിക്കിടന്ന് ഉറങ്ങുന്നു. കൂടുതൽ കൂടുതൽ ഉറക്കം, കൂടുതൽ കൂടുതൽ സുഖം എന്നതാണ് അലസനായ മനുഷ്യൻ്റെ മുദ്രാവാക്യം. സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് ശ്രീ പരമഹംസർ പറഞ്ഞിരിക്കുന്നു. ഇന്നത്തെ ജോലി നാളത്തേക്ക് ആകട്ടെ എന്നു പറഞ്ഞു മാറ്റിവെക്കുന്നത് അലസതയുടെ പ്രഥമ ലക്ഷണമാണ്. അവനെല്ലാം നന്നായി ചെയ്തു എന്ന് ക്രിസ്തുവിനെ കുറിച്ച് ഒരു വചനമുണ്ട്. ഫലമേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്ത ബോധത്തോട് നിർവഹിക്കുന്നവനാണ് ഉന്നതി സ്വന്തമാക്കുന്നത്. അല്ലാത്തവൻ താൽക്കാലിക സുഖങ്ങളുടെ പിന്നാലെ ഓടി സമയത്തെ വൃഥാവാക്കുന്നു. അവൻ്റെ നല്ല നാളെ ശാപദിനങ്ങളാക്കി മാറ്റുകയും ചെയ്യുന്നു. നമുക്കത് ഭവിക്കരുത്. സത്യത്തിൽ അലസത വിട്ട് ഉണർന്ന് എഴുന്നേറ്റ് ജാഗ്രതയോട് പ്രവർത്തിക്കുവാൻ, പ്രയത്നിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ ജീവിതം സുന്ദരമാകും. അത്തരമൊരു സുന്ദര ജീവിതം ഏവർക്കും നേർന്നുകൊണ്ട് ശുഭദിനം ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.